എന്ന് അങ്ങനെയാണ് സാധാരണ ദൈവത്തെക്കുറിച്ചൊക്കെ അധികം അറിവില്ലാത്ത താത്വിക ജ്ഞാനം മാത്രമുള്ളവരും ദൈവത്തെക്കുറിച്ച് അനുഭവജ്ഞാനമോ കുറവുള്ള ആൾക്കാരും ഒത്തിരിയുണ്ട്. പണ്ട് ഞാൻ വിചാരിച്ചിരുന്നത് ഇങ്ങനെയാണ്, ഈ പുസ്തകത്തിലെ പശുവാണ്, അത് പുല്ല് തിന്നത്തില്ല. അപ്പം ഈ ദൈവത്തെക്കുറിച്ച് താത്വിക ജ്ഞാനങ്ങളിൽ പറയുന്ന തളച്ചിട്ടിരിക്കുന്ന ദൈവമല്ല, മറിച്ച് ദൈവം മനുഷ്യൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ യഥാർത്ഥ ബോധത്തോടെ ഇടപെടും. ഇപ്പോൾ ഈ 2 അസിസ്റ്റന്റ് നേഴ്സുമാരും ദൈവത്തോട് പറഞ്ഞത്, എനിക്ക് രജിസ്റ്റേർഡ് നേഴ്സാകണം, ഞാൻ പഴയത് മടുത്ത് എല്ലൊടിഞ്ഞ്, എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റണില്ല, എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല, എന്നെ ഒന്ന് സഹായിക്കണം. പക്ഷേ അവർ പറയും ഇവർ രണ്ടുപേരും പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഡയാനയും അതുപോലെ തന്നെ സിൽവയും ദൈവത്തോട് പറയുന്നത് എന്താണ്, എനിക്കെൻ്റെ മെറിറ്റില്ല, ഓസ്കിയ പോലെയുള്ള ഉപരി എക്സാംസ് ഇല്ലേ, യോഗ്യതാ പരീക്ഷകൾ, അതിനെഴുതാനുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല, അതിനുള്ള കഴിവ് എനിക്ക് കുറവാണ്. അത് ഇവർ രണ്ടുപേരും പറയുന്നുണ്ട്. ഇത് ഇപ്പോൾ അത് നമ്മളിന്ന് മനസ്സിലാക്കണതേ, നമ്മളെ അടിയേറെ വെക്കണത് നല്ലതാണ്. നമ്മളുടെ എന്താണ് നമ്മുടെ അവസ്ഥ അത് പറയണം. കഴിവില്ലെങ്കിൽ കഴിവില്ലെന്ന് പറയണം. അപ്പം നിങ്ങൾ ചില ബോധമില്ലാത്തവന്മാർ പറയും കഴിവില്ലാത്തവന്മാർ പ്രാർത്ഥിക്കാൻ പോകരുത്, കഴിവുള്ളവർക്കല്ലേ പ്രാർത്ഥിക്കാം. അങ്ങനെയല്ല. കഴിവെന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മൾ വിശ്വസിക്കണം നമ്മുടെ ദൈവത്തിനാണ് കഴിവുണ്ട്. ആ കഴിവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മുടെ കഴിവിലാണ് വിശ്വസിക്കണേ. അപ്പം നീ അങ്ങനെ വിചാരിക്കണം. അല്ല, നിനക്ക് കഴിവില്ലല്ലോ, നിനക്ക് റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ലല്ലോ, നീ പറയണ ന്യായമല്ലല്ലോ. അങ്ങനെയല്ല. ന്യായം അന്യായമൊക്കെ തീരുമാനിക്കണം ആരാണ്? ദൈവത്തിൻ്റെ സ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്നേഹം നിന്നോട് ഉണ്ടെങ്കിൽ ഈ ന്യായവും അന്യായത്തിനൊക്കെ വലിയ കഥയൊന്നുമില്ല. കർത്താവിൻ്റെ തീരുമാനം ഇല്ലേ? അപ്പോൾ ഇവർ രണ്ടുപേരും പറയുമ്പോൾ, അപ്പോൾ ഒരാൾ സ്വപ്നത്തിൽ ഒരാൾക്ക് ആകാശത്ത് 11 എന്ന് എഴുതി കാണിക്കും. ഉടനെ അവൾക്ക് നവംബർ മാസത്തിൽ 11-ാം മാസത്തിൽ അവൾക്ക് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടും. ഈ സിൽവ 11 എഴുതി കഴിഞ്ഞാൽ സിൽവയ്ക്ക്. ഡയാനയുടെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഡയാനയ്ക്ക് സ്വപ്നത്തിൽ 37 എന്ന് കാണിക്കും. സ്വപ്നത്തിൽ 37 എന്ന് കാണിക്കും.